ക്വിക്ക് ബിസ് അനാലിസിസിൽ മുരളി കാർത്തിക് ഷോൺ പൊള്ളാക്കുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അനാലിസിസിൻ്റെ ഒരു ചുരുക്കമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യ 140 റൗണ്ട്സിന് രണ്ടാം ഇന്നിങ്സിൽ ഓൾ ഔട്ട് ആകുകയായിരുന്നു. അതിൽ ഇന്ത്യ ബാറ്റ് ചെയ്തത് 4th ഡേയിലെ ലാസ്റ്റ് സെഷനും 5th ഡേയിലുള്ള ആദ്യ 2 സെഷനുമാണ്. അപ്പോൾ ഈ സെഷനിലുള്ളിൽ ഇന്ത്യ ഓൾ ഔട്ടായി 140 റൺസാണ് എടുത്തത്. അതിനകത്ത് രവീന്ദ്ര ജഡേജയാണ് ടോപ്പ് സ്കോറർ ആയത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇത്? സ്കിൽസിൻ്റെ പ്രശ്നമാണോ, ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണോ, അതായത് പ്യുവർ ബാറ്റ്സ്മാൻമാരെ കൂടുതൽ ഉൾപ്പെടുത്താത്തതിൻ്റെ പ്രശ്നമാണോ, എന്താണ് ഇത്രയും ഒരു നാണംകെട്ട തോൽവിക്ക് കാരണമെന്ന് മുരളി കാർത്തിക് ചോദിച്ചപ്പോൾ ഷോൺ പൊള്ളാക്ക് പറഞ്ഞത്, സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിങ്സിൽ 4th ഡേയിൽ 250 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ അവർ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇന്ത്യക്ക് ഒരു വമ്പൻ പടുകൂറ്റൻ ലക്ഷ്യമാണ് അവർ കൊടുത്തത്. ആ ലക്ഷ്യം എന്തായാലും മറികടക്കുക പ്രയാസമാണെങ്കിൽ കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഈ ഒരു മാച്ച് ഡ്രോ ആക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 5th ഡേയിൽ അവർ 140 റൺസിന് ഓൾ ഔട്ട് ആകേണ്ട ടീം അല്ലായിരുന്നു. അവർക്കത് നിഷ്പ്രയാസം ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ മാച്ച് സേവ് ചെയ്യാമായിരുന്നു. അപ്പോൾ പൊള്ളാക്ക് പറഞ്ഞത്, ഇത്തരത്തിലുള്ള കളികൾ, ഇത്തരത്തിലുള്ള മാച്ചുകൾ, തോൽവികൾ ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു പുതിയ പഠനങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്ത്യയുടെ റീസെൻ്റ് ടെസ്റ്റ് ഗൗതം ഗംഭീറിൻ്റെ അണ്ടറിൽ വരുന്നത് ബംഗ്ലാദേശിനോട് 2 മാച്ചിൽ അവർ ജയിക്കുകയായിരുന്നു. ന്യൂസിലാൻഡിനോട് ഹോം ടെസ്റ്റിൽ 3 മാച്ച് അവർ തോൽക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ പോയിട്ട് കളിച്ചിട്ട് 3-1 ഇന്ത്യ പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിൽ പോയിട്ട് ഡ്രോ ആയി. ആ മാച്ച് ഡ്രോ ആണ് ഉണ്ടായത്. അത് നല്ലൊരു മാച്ചായിട്ട്, ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയത്. വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യയിൽ കളിച്ചു, 2-0 തോൽപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ തോറ്റു. അപ്പം ഇത്തരത്തിലാണ് ഗൗതം ഗംഭീറിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ പെട്ടെന്ന് 2027 വരെ ഗംഭീറിന് ഈ ഒരു കരാറുണ്ട്. പെട്ടെന്ന് ഈ കോച്ചിനെ മാറ്റിയിട്ട് വേറൊരു കോച്ചിനെ ആക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം കളിക്കേണ്ടത് ബാറ്റ്സ്മാൻമാരും കളിക്കാരാണ്, ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെയാണ്. ബൗളിങ്ങിനെ പറ്റി അധികം പറയുന്നില്ല, കാരണം ബാറ്റിംഗ് ആണ് ഇവിടെ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അത് ശരിയാക്കി എടുക്കേണ്ടതാണ്. കാരണം ഇതിനു മുന്നേ പൂജാരയും US ലക്ഷ്മണും ദ്രാവിഡൊക്കെ ഉള്ള സമയത്ത് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു പരാജയത്തിലേക്ക് പോകാത്തതിന് കാരണം അവരുടെ ആ ഒരു സ്കിൽസും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കരുൺ നായറിനെ പോലുള്ള ഒരാളെ വൺ ഡൗൺ ഇറക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഗിൽ ഇല്ലാത്തത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയായിട്ട് തോന്നി. ഒരു പക്ഷേ ഇത് ഡ്രോ ആക്കാമായിരുന്നു. എങ്കിലും മറ്റ് ബാറ്റ്സ്മാൻമാരൊന്നും കാര്യമായിട്ട് ഇവിടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനമൊന്നും നടത്തിയില്ല. അപ്പോൾ ഇതൊരു യങ് ടീമാണ് പൊതുവെ ഇന്ത്യയുടെ ഈ ഒരു കളിച്ചത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകളിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത കളിയിൽ തിരിച്ചുവരവ് നടത്തുമെന്ന് വിചാരിക്കാം. ഇനിയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 1 ഡേ മാച്ച് 30-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു കളികളിൽ ഇനി നമുക്ക് കൂടുതലും റിവ്യൂ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.